ഇവിടെ കയ്യില്. മോഡേൺ അമേഘ കേട്ടോ. എന്തോ ഒരു വെറൈറ്റി ഷർട്ടൊക്കെയാണല്ലോ. മുടി വെട്ടി വീണ്ടും എന്റെ മാമാട്ടി കുട്ടിയമ്മയിലെ ബേബി ഷാനിന്റെ പോലെയുണ്ട്. തിരിയട നീ നനങ്ങാത്തെ. അതെ, ഇത് കൊള്ളാം. ഇതെന്ത് കട്ടിങ്ങാ? മഷ്റൂമോ? അല്ല, ഞാൻ മിഡ് ഫെയ്ഡ് കട്ട് ചെയ്യാനാ പറഞ്ഞത്. ഇത് മിഡ്ഫീഡോ? ഇത് മിഡ്ഫീഡ് ഒന്നും അല്ല. ഉദ്ദേശിച്ചതുപോലെ നീ എത്ര രൂപ കൊടുത്തു? അതിൽ ചോദിക്കും. 100 100 രൂപയ്ക്ക് ഇത്രയും പോരാടേ? അല്ല, 100 രൂപയ്ക്ക് ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ല മിഡ്ഫീഡ് അവിടെ അത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നേ. അല്ല, ഇതവിടെ ഒന്നല്ല. ഞങ്ങളുടെ ഇവിടെയൊക്കെ നന്നായിട്ട് മിഡ്ഫീഡ് അടിക്കും. പഞ്ച് വിടർന്ന ചെയ്യുന്ന ചട്ടി പോലുണ്ട്. അതെ, ചട്ടി കമത്തി പോലുണ്ട്. ഞാൻ മിഡ്ഫീഡ് അടിപ്പിച്ച് കൊണ്ടുവരാടാ നിന്നെ. ഞാൻ ഇന്നലെ എന്റെ അനിയനെ വീട്ടിൽ കൊണ്ടുവന്നു. കുഴപ്പമൊന്നുമില്ലടേ, കാരണം ഇതൊക്കെ എല്ലാം പോവും. നിന്റെ തലമുടിയിൽ എല്ലാം പോവും. അതെ അതെ, എല്ലാം ചേരും. എല്ലാം ചേരും. കുഞ്ഞെ നീ ക്ഷീണിച്ചു പോയോ? അത് മുടി കളഞ്ഞോണ്ടാ, മുടി വെട്ടിയതുകൊണ്ടാ അതോ ഈ ഷർട്ട് ഇട്ടോണ്ടാ? ഇത് വലുതായിരുന്നു, ഇത് ചെറുതാക്കിയതാണല്ലേ? പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ആ ഷർട്ട്. താങ്ക് യു. ശരി, അപ്പൊ കാര്യത്തിലൂടെ നടക്കാം. ഓക്കെ. ഏത് പാട്ടാ? ഓ മൃദുലേ. ഓ ഞാൻ ഏകനാണ്. മ്യൂസിക് എം ജി രാധാകൃഷ്ണൻ സാർ. പാടിയത് യേശുദാസ് സാർ. വർഷം 1982. ലിറിക്സ് സത്യൻ അന്തിക്കാട് സാർ. എനിക്ക് നിന്റെ മേളിൽ കൂടെ ഒന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. സത്യൻ അന്തിക്കാട് സാർ എന്തൊരു നല്ല ലിറിസിസ്റ്റ് ആണല്ലേ. അതെ അതെ അതെ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. റീസെന്റ് ആയിട്ട് കണ്ട സിനിമ ഏതാ? പ്രിൻസ് ആൻഡ് ഫാമിലി. നിങ്ങൾ ഇവിടുന്ന് വില്ലെന്ന് സിനിമയ്ക്കൊക്കെ പോകാറുണ്ടോ? അന്ന് ഒരു ദിവസം പോയായിരുന്നു. ആണോ? ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഹൃദയമുരളിയിലൊഴുകിവാ അലയും പ്രിയനെ മറന്നുവോ മൃദുലേ. ഹൃദയം
ആ നൈസ് നൈസ് വെരി താങ്ക് യു സോ അമേക്കുട്ട ടുഡേ വി ആർ ഗിവിംഗ് യു 98 ഔട്ട് ഓഫ് 100. എങ്ങനെയുണ്ട് കളിതമാശൊക്കെ നമ്മുടെ കേരളത്തിനൊക്കെ ആയിട്ട്? 2 ദിവസം കളിച്ചില്ല. സുഖമില്ലാത്തോണ്ട് കളിച്ചില്ല അല്ലേ? ആ ഇപ്പൊ അതുകൊണ്ട് അവിടെ ഇല്ലേല ഏറ്റവും മഴ കൂടുന്ന ആരാ ഇപ്പൊ? ആരും ഇല്ലാതെ തോന്നുന്നു. ആണോ? എല്ലാരും പാവാണോ? നീഹാര ഇപ്പം മരത്തി കയറാറില്ല, ഇല്ല രോമം പിടിച്ച് വലിക്കാറില്ല. അവിടെ ഞങ്ങൾ വഴക്കുണ്ടാക്കാറുണ്ട്. അതാടാ ചോദിച്ചേ, ആരാ വഴക്കുണ്ടാക്കുന്നേ? അവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. അതിന് മുകളിൽ കൊറേ ഗേൾസ് വന്ന് കേട്ടിരിക്കും. ഞങ്ങൾ ഇറങ്ങാൻ പറയുമ്പോൾ ഇറങ്ങത്തില്ല. ഞങ്ങൾ അതിന് പേരിൽ അവിടെ അടിയുണ്ടാക്കും. ഇറങ്ങാൻ പറയുന്ന അതെ, അവരാദ്യം കയറിയവരിക്കണ്ടേ? കുറേ സമയം അവിടെ ഇരിക്കുന്നുണ്ടാവും. ഞങ്ങള് ചോദിക്കുമ്പോ അപ്പൊ ഒരു സമയം നിശ്ചയിക്കണം, ഇത്ര നേരം മുതൽ ഇത്ര നേരം വരെ അവര്, അതെ. അത് കഴിഞ്ഞിട്ട് നിങ്ങള് അങ്ങനെ ഒരു സമയം. ഒരു മരത്തിന്റെ പേരിൽ അടി. ഇവനെ ആരോ തലക്കിട്ട് അടിച്ചെന്ന് പറയുന്നത്. അതാ ഇവൻ മിഡ്ഫീൽഡ് പറഞ്ഞ മുടിയൊക്കെ ഇങ്ങനെ ആ മുടി വെട്ടിയ അതുകൊണ്ടാ. ആരാ അടിച്ചത്? അത് താഴെയുള്ള ഒരു ചേച്ചിയോ? അല്ല, ചേട്ടനോ? ഒരു ബംഗാളി. ബംഗാളിയോ? അപ്പൊ നീ ബംഗാളിയുടെ അടി വാങ്ങിച്ചോ? തല്ലിയോ? ആ എന്താടാ? ആരാ എന്റെ കൊച്ചിനെ അടിച്ചത്? തല്ലുമല്ല, പിന്നെ തല്ലിയതല്ല. ഇങ്ങനെ ബംഗാളിയുടെ അഡ്രസ്സും കൊണ്ട് ഇങ്ങോട്ട് വാ, ബെന്യാണ്ടി വരുന്നതാണ്. അങ്ങനെ ചെയ്ത എന്താ ചെയ്തേ? തലയുടെ ബാക്കിൽ ഒരു തല്ല്. കത്രിക എടുത്തിട്ട് ഇങ്ങനെ വെട്ടി. അവൻ ഇതുവരെ അതിന്ന് വിളി വന്നിട്ടില്ല. അതാണ്. ഓക്കെ ഓക്കെ. ഇവിടെ നിന്നെ ആരെങ്കിലും തല്ലിയോ എന്നാ അങ്കിള് ചോദിച്ചത്. ഇല്ലില്ല. ആ തല്ലി ഒരു ബംഗാളി. അവനാകെ കിളി പോയി നിക്കുക. കാരണം വേറൊന്ന് തല്ലിയോന്ന് ചോദിച്ചോ? തല്ലി. ആരാ? ബംഗാളി. മുടി വെട്ടിയോ? വെട്ടി. ആരാ? ബംഗാളി. ഇവനെ അവിടെ ഇട്ട് വാട്ടുന്നത്. സോ ആടി ഒരു ബംഗാളി പൂക്കുറ്റേ.